ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1416 ദിവസമായ ഇന്ന് 2025 മാർച്ച് മാസം 31 തിങ്കളാഴ്ച, 1200 ആണ്ട് മീനമാസം 17 ഗുരുവചനങ്ങളിലൂടെ. വിദ്യാഭ്യാസമുള്ള മഹാന്മാരെന്നും വിദ്യാഭ്യാസമില്ലാത്ത മഹാന്മാരെന്നും മഹാന്മാരെ രണ്ട് പ്രകാരത്തിൽ പറയാം. വിദ്യാഭ്യാസമില്ലാത്ത മഹാന്മാർ ഊറ്റുള്ള കുളം പോലെയായിരിക്കും. വിദ്യാഭ്യാസമുള്ള മഹാന്മാർ കോരി നിറക്കപ്പെട്ട വെള്ളമുള്ള കുളം പോലെയായിരിക്കും. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരിൽ എന്ന പുസ്തകത്തിൽ പരമഹംസാനുഭൂതി എന്ന് വിവരിക്കുന്നതിൻ്റെ 15-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള വികലങ്ങളായ ചോദ്യങ്ങൾക്കൊന്നും പ്രത്യേകമായ യാതൊരു സമാധാനവും ഗുരുവിൽ നിന്നും അവർക്ക് ലഭിച്ചില്ല. അദ്ദേഹത്തെ ആത്മാർത്ഥത നിറഞ്ഞ ഒരാവേശം ആകെപ്പാടെ ബാധിച്ചിരുന്നു. ആ ഭാവപരതയിൽ ഗംഭീരമായി തീർന്ന മുഖത്തോടുകൂടി ദൃഷ്ടികളെ ഊർധ്വലക്ഷ്യമാക്കിക്കൊണ്ട് മൗനവാണികളാൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, പരിപൂർണമായ ശ്രേയസ് നീ ഇവരിൽ ചൊരിയുവാനിടയാകട്ടെ. ദാരിദ്ര്യവും കഷ്ടതയും അനുഭവിക്കുന്നവർ സമാശ്വസിക്കപ്പെടട്ടെ. ഇവരുടെ ജീവിതം ഐശ്വര്യസമ്പൂർണമായി തീരട്ടെ. ദിനംതോറും ലഭിക്കേണ്ടുന്ന ആഹാരം ഇവർക്ക് ഒരിക്കലും മുട്ടാതിരിക്കട്ടെ. പകയും സ്പർദ്ധയും അവരിൽ നിന്നും എന്നേക്കുമായി വിട്ടകലട്ടെ. ദൈവസൃഷ്ടിയിലെ ഏറ്റവും തുച്ഛമായ ജീവി പോലും ഇവരുടെ കരുണയ്ക്ക് പാത്രമായി തീരട്ടെ. നിത്യസത്യത്തിൻ്റെ ഒരു വീജിയെങ്കിലും അവരുടെ അന്തരംഗത്തിൽ പ്രകാശം ചൊരിഞ്ഞ് അവരുടെ ജീവിതത്തെ ധന്യമാക്കി സമാശ്വാസം നൽകട്ടെ. ഇങ്ങനെയുള്ള പ്രേമപ്രകർഷം നിറഞ്ഞ വിചാരങ്ങളോടുകൂടിയാണ് അവിടുന്ന് ദൃഷ്ടികളെ ഉയർത്തിയത്. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.